പ്രശസ്ത സ്വപ്നവ്യാഖ്യാതാവും മഹാനായ പണ്ഡിതനുമായ അഷൈഖ് അബ്ദുൽ ഗനി നാബുൽസി റഹിമഹുല്ലാഹ് തൻ്റെ പ്രശസ്ത ഗ്രന്ഥമായ താതീറുൽ അനാം ഫി തഅബീരിൽ മനാം എന്ന കിതാബിൽ സ്വപ്നത്തിൽ അസ്സഫീന കപ്പൽ കാണുന്നതിൻ്റെ വ്യാഖ്യാനം വിശദീകരിക്കുന്നു. സ്വപ്നത്തിൽ കപ്പൽ കാണുന്നത് പൊതുവെ രക്ഷയുടെയും സുരക്ഷയുടെയും പ്രയാസങ്ങളിൽ നിന്നുള്ള മോചനത്തിൻ്റെയും അടയാളമാണ്. ഭയം, രോഗം, കടം, ദുഃഖം അല്ലെങ്കിൽ ജീവിതത്തിലെ കഠിന സാഹചര്യങ്ങൾ അനുഭവിക്കുന്ന ഒരാൾ കപ്പൽ കാണുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായത്താൽ ആ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയുടെ സൂചനയാണത്. നല്ലവരോടും സത്യസന്ധരോടും കൂടെ കപ്പലിൽ കയറുന്നതായി കണ്ടാൽ അത് സന്മാർഗം പിന്തുടരുന്നതിനെയും പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനെയും അള്ളാഹുവിൻ്റെ ക്ഷമയും അനുഗ്രഹവും ലഭിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. രോഗിയായ ഒരാൾ കപ്പലിൽ യാത്ര ചെയ്യുന്നതായി കണ്ടാൽ അത് രോഗശാന്തിയുടെ സൂചനയായിരിക്കാം. വിഷമത്തിലോ പ്രതിസന്ധിയിലോ കഴിയുന്ന ഒരാൾക്ക് ഇത് ആശ്വാസവും മോചനവും ലഭിക്കുന്നതിൻ്റെ അടയാളമായും കണക്കാക്കപ്പെടുന്നു. വലിയതും ശക്തവുമായി സഞ്ചരിക്കുന്ന കപ്പൽ കാണുന്നത് സമൃദ്ധമായ ഉപജീവനത്തെയും വിജയത്തെയും ബഹുമാനത്തെയും സൂചിപ്പിക്കുന്നു. കുടുംബാംഗങ്ങളോടോ സുഹൃത്തുക്കളോടോ കൂടെ കപ്പലിൽ യാത്ര ചെയ്യുന്നതായി കണ്ടാൽ അത് നന്മയും അനുഗ്രഹവും സന്തോഷവും സുരക്ഷിതമായ ജീവിതവുമാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ തകർന്ന കപ്പലോ മുങ്ങുന്ന കപ്പലോ കാണുന്നത് ചില പരീക്ഷണങ്ങളെയും വിഷമങ്ങളെയും സൂചിപ്പിക്കാം. ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതായി കണ്ടാൽ കഠിനമായ പരീക്ഷണങ്ങൾക്ക് ശേഷം അള്ളാഹു മോചനം നൽകുമെന്ന സന്തോഷവാർത്തയായും അത് കണക്കാക്കപ്പെടുന്നു. അൽ ഇമാം നാബുൽസി റഹിമഹുല്ലാ പറയുന്നതനുസരിച്ച് കപ്പൽ ചിലപ്പോൾ മാതാപിതാക്കൾ, ഗുരു, ഭാര്യ, വീട്, സമ്പത്ത്, തൊഴിൽ, മതം എന്നിവയുടെ പ്രതീകമായും വരാം. പ്രത്യേകിച്ച് സഫീനത്ത് നൂഹ് അലൈഹിസ്സലാം കാണുന്നത് രക്ഷയുടെയും വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അടയാളമാണ്. എന്നിരുന്നാലും ഓരോ സ്വപ്നത്തിൻ്റെയും അന്തിമ വ്യാഖ്യാനം അത് കാണുന്ന വ്യക്തിയുടെ അവസ്ഥ, ജീവിത സാഹചര്യങ്ങൾ, വിശ്വാസം, പ്രവൃത്തികൾ എന്നിവയെ ആശ്രയിച്ചാണ് മാറുന്നത്. അതിനാൽ ഈ സ്വപ്നത്തിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം സ്വപ്നം കാണുന്ന ആളിൻ്റെ അവസ്ഥയെ ആശ്രയിച്ചായിരിക്കും.